ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിരസത്തിലേക്ക് സ്വാഗതം. താറാവ് റോസ്റ്റാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു ഫുൾ താറാവ് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സവോള, ഒരു 5 സവോളയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള 5 എണ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, ഒരു 10-12 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും എടുത്തു വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പുരട്ടി വെച്ച താറാവിൻ്റെ കഷ്ണങ്ങൾ അത്യാവശ്യം അരപ്പൊക്കെ പിടിച്ച് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാകുമ്പോഴത്തേക്കും കഷ്ണങ്ങൾ ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരുക. ഒത്തിരി ഡീപ്പ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കഷ്ണങ്ങളെല്ലാം ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. വീട്ടിലെ കറുവാമരത്തിൽ നിന്നും ഉണക്കിയെടുത്ത കറുവാപ്പട്ടകളാണിതെല്ലാം. ഇതിൽ നിന്ന് ഒരു വലിയ പീസ് എടുക്കുന്നുണ്ട് നമ്മൾ. അത് ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചിടുക. അതിനുശേഷം അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തക്കോലം, ജാതിപത്രി, ജീരകം എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. കുരുമുളകും ഇതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടതുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിൽ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. നമ്മൾ അടപ്പിൽ തന്നെയാണിത് കുക്ക് ചെയ്യുന്നത്. ഒരു വലിയ തക്കാളിയും ഇതിൽ നമ്മൾ അരിഞ്ഞ് ചേർക്കണം. സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ ചേർത്താലും മതി, അല്ലെങ്കിൽ സവോള ഇടുന്ന സമയത്ത് തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒന്നര കിലോയോളം ഉള്ളൊരു താറാവിൻ്റെ പീസുകളായിരുന്നെല്ലാം. അതിൽ നമ്മൾ വറുത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയേ ഉണ്ടാവുന്നുള്ളൂ. ഇനി നല്ലോണം സവോള എല്ലാം വഴറ്റുക. വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഗരം മസാല ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മൾ തന്നെ പൊടിച്ചെടുത്തത്. പിന്നെ കുരുമുളക് പൊടിയും നമ്മൾ ഫ്രഷ് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നെയ്യ് ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി സവോള എല്ലാം നല്ലോണം വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും പൊടികളെല്ലാം ചേർക്കുക. ആദ്യമേ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടുതൽ അളവിൽ ചേർക്കണം. കാരണം നമ്മൾ 1.5 kg താറാവിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്.
ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റിലത്തേക്ക് കറി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് തൂവി കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കുരുമുളക് പൊടിയുടെ. കല്യാണത്തിനൊക്കെ നമ്മൾ കാറ്ററിംഗുകാർ വിളമ്പുന്ന താറാവ് കറിയുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കുരുമുളക് പൊടി എന്ന് പറയുന്നത്. അതവർ ചിലപ്പം താറാവ് സ്റ്റൂവിലൊക്കെ ക്രഷ് ചെയ്തായിരിക്കും ഇടുന്നത്. ഏറ്റവും നല്ലൊരു ഫ്ലേവറാണ് ശരിക്കും അത് കൊടുക്കുന്നത്. പൊടികളെല്ലാം നല്ലോണം മൂത്ത് വരണം. അതിനുശേഷം ഒന്നുകൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സവോളയെല്ലാം നല്ലോണം നമ്മുടെ താറാവ് പൊരിച്ച കഷ്ണങ്ങളിലേക്ക് വെന്ത് ചേരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കും. ആദ്യമേ തന്നെ കഷ്ണങ്ങളെല്ലാം ഇടുന്നു. അതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കും. എന്നിട്ട് ഈ സവോളയും ബാക്കിയുള്ള കഷ്ണങ്ങളും എല്ലാം തമ്മിൽ നല്ലോണം വെന്ത് ചേർന്ന് ആ മസാലയെല്ലാം പിടിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയാവും. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം കൂട്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂറോളം അടപ്പിൽ തന്നെ നല്ലോണം മൂടി വെച്ച് നല്ലോണം ഒന്ന് വെന്ത് വരണം. അപ്പോഴത്തേക്കും നമ്മൾ തിളച്ച് വരുന്ന ആ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. താറാവ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ.